നമുക്ക് ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഗിവൺ ഇസഡ് ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 3 + 4 ആയി എന്ന്. എന്തൊക്കെ കണ്ടുപിടിക്കണം? അതിന്റെ മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം, നെഗറ്റീവ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം, കോൺജുഗേറ്റ് ഓഫ് ഇസഡ്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കണം? ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 3 + 4 ആയി എന്ന് തന്നിട്ടുണ്ട്. അതെന്താ കണ്ടുപിടിക്കേണ്ട? മോഡുലസ് ഓഫ് ഇസഡ്. എന്താ മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. √a² + b². a² + b². a എന്താ? റിയൽ നമ്പർ. b എന്താ? ഇമാജിനറി നമ്പർ. അപ്പൊ പറയാം 3യുടെ സ്ക്വയർ √3യുടെ എത്രയാ? 9 + b-യുടെ സ്ക്വയർ അതായത് 4ന്റെ സ്ക്വയർ 3² + 4². ഓക്കെ, 3യുടെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അതിന്റെ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. 16 കൂടെ കൂട്ടിയാൽ എത്രയാ? നിങ്ങൾക്കറിയാം 25. 25ന്റെ എന്തെടുക്കുന്നു? റൂട്ട് എടുക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? 5 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എത്രയാ? മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? 5 എന്ന്. അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ളത്? നെഗറ്റീവ് ഓഫ് ഇസഡ്. നെഗറ്റീവ് ഓഫ് ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ തന്നേക്കുന്നത്? 3 + 4i ആണ്. 3 + 4i. നമുക്ക് എന്താ എഴുതേണ്ടത്? നെഗറ്റീവ് ഓഫ് ഇസഡ്. നെഗറ്റീവ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് -3 -4i. ഇതിനെ ഇങ്ങനെ എഴുതുകയോ എങ്ങനെ എഴുതുകയോ ചെയ്താൽ നെഗറ്റീവ് ഓഫ് 3 + 4i എന്ന് എഴുതുകയോ ചെയ്താൽ മതി. നെഗറ്റീവ് ഓഫ് 3 + 4i എന്ന് എഴുതുകയോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുകയോ ചെയ്യാം. അപ്പൊ നെഗറ്റീവ് ഓഫ് ഇസഡ് ആയില്ലേ. അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ള? കോൺജുഗേറ്റ് ഓഫ് ഇസഡ്. കോൺജുഗേറ്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡ് എത്രയാ? 3 + 4i അല്ലേ. അതിന്റെ ഇമാജിനറി പാർട്ടിന്റെ മൈനസ്, അതായത് 3 - 4i. അതാണ് എന്തെന്ന് പറയുന്ന കോൺജുഗേറ്റ്. അപ്പൊ കോൺജുഗേറ്റ് എഴുതാൻ 3 + 4iയുടെ കോൺജുഗേറ്റ് 3 - 4i. എന്നാൽ നെഗറ്റീവ് എഴുതുമ്പോൾ നെഗറ്റീവ് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യണം. മോഡുലസ് എടുക്കുമ്പോഴാണെങ്കിലോ √a² + b². വേർതിരിച്ച് പഠിക്കുമല്ലോ. മോഡുലസും നെഗറ്റീവ് ഓഫ് ഇസഡും കോൺജുഗേറ്റ് ഓഫ് ഇസഡും വേറെ വേറെ മനസ്സിലാക്കിക്കോണം. ഓക്കെ, അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.